നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരത്ത് മീൻ ലോറി ഇടിച്ച് 3 പേർക്ക് പരിക്ക്. ഇതിൽ ഒരാളുടെ നില ഗുരുതരം. കാസർഗോഡ് ഉപജില്ലാ ശാസ്ത്രമേള ഒക്ടോബർ 13-14 തീയതികളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. കൊളീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ വെച്ചാണ് യോഗം സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം ലോ കോളേജ് പരിസരത്ത് സ്ഥാപിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റ് 1 വർഷം പിന്നിട്ടിട്ടും തെളിഞ്ഞില്ല. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. രാവണീശ്വരത്ത് സീതാറാം യെച്ചൂരി അനുസ്മരണവും പാർട്ടി അംഗങ്ങൾക്കുള്ള പഠന ക്ലാസും സംഘടിപ്പിച്ചു. പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരത്ത് മീൻ ലോറി ഇടിച്ച് 3 പേർക്ക് പരിക്ക്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പഞ്ചറായ മീൻ ലോറിയുടെ ടയർ മാറ്റിയിടുവാൻ മറ്റൊരു മീൻ ലോറിയുടെ ജീവനക്കാരുടെ സഹായം തേടി സംസാരിക്കുന്നതിനിടെ മൂന്നാമതൊരു മീൻ ലോറി ഇടിച്ചാണ് 3 പേർക്ക് പരിക്കേറ്റത്. പുലർച്ചെ 3:30 മണിക്ക് ഉപ്പള കൈക്കമ്പ ദേശീയ പാതയിലാണ് അപകടമുണ്ടായത്. മഞ്ചേശ്വരത്ത് പഞ്ചറായ മീൻ ലോറിയുടെ ടയർ മാറ്റിയിടുവാൻ മറ്റൊരു മീൻ ലോറി ജീവനക്കാരുടെ സഹായം തേടി സംസാരിക്കുന്നതിനിടെ മൂന്നാമത്തെ മീൻ ലോറി ഇടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ശനിയാഴ്ച പുലർച്ചെ 3:30 മണിക്ക് ഉപ്പള കൈക്കമ്പ 6 വരി ദേശീയപാതയിലായിരുന്നു അപകടമുണ്ടായത്. തമിഴ്നാട് സ്വദേശിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. മറ്റു 2 പേർ മംഗളൂരു സ്വദേശികളാണ്. 3 പേരെയും മംഗളൂരുവിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന മീൻ ലോറിയുടെ ടയർ പഞ്ചറായതിനെ തുടർന്ന് ലോറി 1-ാം ട്രാക്കിൽ നിർത്തിയിട്ടതിനു ശേഷം ഡ്രൈവർ 2-ാം ട്രാക്കിൽ കൂടി വന്ന മറ്റൊരു മീൻ ലോറിയെ സഹായത്തിനായി കൈകാണിച്ച് നിർത്തി. മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന മീൻ ലോറിയുടെ ടയർ പഞ്ചറായതിനെ തുടർന്ന് ലോറി 1-ാം ട്രാക്കിൽ നിർത്തിയിട്ടതിനു ശേഷം ഡ്രൈവർ 2-ാം ട്രാക്കിൽ കൂടി വന്ന മറ്റൊരു മീൻ ലോറിയെ സഹായത്തിനായി കൈകാണിച്ച് നിർത്തി. ടയർ പഞ്ചറായ ലോറിയുടെ ഡ്രൈവറും സഹായത്തിനായി നിർത്തിയിട്ട മീൻ ലോറിയുടെ ക്ലീനറും ചേർന്ന് റോഡിൽ നിന്ന് സംസാരിക്കുന്നതിനിടെ 3-ാമത്തെ ട്രാക്കിൽ അമിത വേഗതയിൽ വന്ന മീൻ ലോറി 3 പേരെയും ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ശേഷം നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിലടിച്ച് നിൽക്കുകയായിരുന്നു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ഉപജില്ലാ ശാസ്ത്രമേള ഒക്ടോബർ 13-14 തീയതികളിൽ നടക്കും. പരിപാടിയുടെ വിജയത്തിനായുള്ള വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. യോഗം എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ കാസർഗോഡ് ഉപജില്ലാ ശാസ്ത്രമേള HSSIB സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ 13-14 തീയതികളിൽ നടക്കും. ശാസ്ത്രമേളയുടെ വിജയത്തിനായുള്ള വിപുലമായ സംഘാടക സമിതി യോഗം എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ഉദ്ഘാടനം ചെയ്തു. ചെങ്കള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷഫിയ ഹാഷിം അധ്യക്ഷത വഹിച്ചു. നെല്ലിക്കുന്ന് MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ കാസർഗോഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഗസ്റ്റിൻ ബർണാഡ് പരിപാടി വിശദീകരിച്ചു. എടനീർ മഠം മാനേജർ രാജേന്ദ്ര കല്ലൂരായ, K മാധവ ഹെറള, റിട്ടയർഡ് DEO E വേണുഗോപാലൻ, സൂര്യനാരായണ ഭട്ട്, നാരായണൻ AN, ഗോപിനാഥൻ K, ഡയറ്റ് ലെക്ചറർ ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പള, സീനിയർ അധ്യാപകരായ K സുകുമാരൻ, സജി PM, ശ്രീപതി T, പ്രവീൺ കുമാർ K, ദീപ MK, ശ്രീകല KC, ശുഭ SS, റോഷ്ന R, മധുസൂദനൻ A എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ P പ്രഭാകരൻ സ്വാഗതവും സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജ്യോതിലക്ഷ്മി S നന്ദിയും പറഞ്ഞു. സംഘാടക സമിതി ഭാരവാഹികളായി എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജിയെ മുഖ്യ രക്ഷാധികാരിയായും K സുകുമാരനെ പ്രോഗ്രാം കൺവീനറായും ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയെ ചെയർമാനായും യോഗം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊളീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ വെച്ചാണ് യോഗം സംഘടിപ്പിച്ചത്. കൊളീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിലായിരുന്നു നടന്നത്. ചെയർമാൻ K പ്രദീപ് കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. 2024-25 വർഷത്തെ ഏജമാണ് കമ്പനി രൂപീകരിച്ചിട്ട് കമ്പനി അതിൻ്റെ ഒരു ഘട്ടത്തിലും ഒരിക്കലും താഴോട്ട് പോവാതെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയങ്ങളിലാണ് നമ്മളെല്ലാം ഈ മീറ്റിംഗ് പോകുന്നത്. 5 വർഷം നയിച്ചൊരു പ്രസ്ഥാനം ഒരിക്കലും
താഴാൻ പാടില്ല എന്ന ചിന്തയോടുകൂടി തന്നെയാണ് കമ്പനിയായാലും കമ്പനിയോടൊപ്പം നിൽക്കുന്ന ജില്ലാ അസോസിയേഷനായാലും നമ്മൾ ആ ഒരു ദിശാബോധത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, എന്തെല്ലാം ചെയ്യാൻ പറ്റും ആ രീതിയിൽ ചെയ്തുകൊണ്ടാണ് ഇന്നും കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല തലയെടുപ്പോടുകൂടി ഈ CEC എന്ന കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് കാര്യത്തിലും ശരി, ഇന്ന് ഡിജിറ്റൽ കണക്ഷൻ താഴോട്ട് പോകുന്ന സമയത്തും 1,03,000 ഡിജിറ്റൽ കണക്ഷൻ, അതുപോലെ 63,000 നെറ്റ് കണക്ഷനുമായിട്ട് കേരളത്തിലെ വലിയ അഭിമാനമായ കമ്പനി എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വപ്ന പദ്ധതിയായ സ്വന്തം ആസ്ഥാനം എന്നുള്ളത് ഈ ഒരു വർഷം അവസാനത്തിന് മുമ്പേ തന്നെ നമ്മളിത് പൂർത്തീകരിക്കും. അതിൻ്റെ നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. ഏകദേശം 2 കോടിയോളം ഇപ്പോൾ നമ്മൾ ചെലവഴിച്ചു. 70 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ഇതുവരെ ഓപ്പറേറ്റർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനിയും അസോസിയേഷനും 1 രൂപ പോലും നമ്മൾ അധികം ഈടാക്കാതെ കമ്പനിയുടെ നല്ല ചെലവുകൾ കുറച്ചുകൊണ്ടും അതേസമയം കമ്പനി ഓപ്പറേറ്റർമാരെ നൽകേണ്ടത് എന്താണോ നൽകാനുള്ളത് എല്ലാ രീതിയിലും നൽകിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് നമുക്ക് SBIയിൽ പോകുന്ന സമയത്ത് നമുക്ക് ലോൺ തരാനുള്ള വൈമുഖ്യം മാത്രമല്ല, അത് നമ്മുടെ ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് തൊട്ട് 2 ആഴ്ച മുമ്പായിട്ട് SBI ജനറൽ മാനേജർ അടക്കില്ല ആൾക്കാർ ഇന്ന് CCN കമ്പനിയിൽ വന്നുകൊണ്ട് ലോൺ എത്രയാണ് വേണ്ടതെന്ന് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയാണ്. വൈസ് ചെയർമാൻ ഷുക്കൂർ കോളിക്കര CCN പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചെയർമാൻ K. പ്രദീപ് കുമാർ CCN സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. MD TV മോഹനൻ CCN സ്റ്റോർ സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡയറക്ടർ K. സുനിൽകുമാർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു. ശ്രീനാരായണൻ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സന്ദീപ് കമ്പനി ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഇന്റർനെറ്റും പുതിയ സാധ്യതകളും എന്ന വിഷയത്തിൽ ടെക്നിക്കൽ അഡ്വൈസർ അബ്ദുൽ കുഞ്ഞി സംസാരിച്ചു. COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P. നായർ, KCCL ഡയറക്ടർ M. ലോഹിതാക്ഷൻ, COA സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K. പാക്കം എന്നിവർ സംസാരിച്ചു. എക്സ്പ്ലോറിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ഇന്റർനെറ്റ് ടെക്നോളജി എന്ന വിഷയത്തിൽ വൈഡ് റീച്ച് LLB സെയിൽസ് ഹെഡ് സുനിൽ, 3C3 ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സെയിൽസ് ഹെഡ് അഭിലാഷ് KR എന്നിവർ സംസാരിച്ചു. ഡയറക്ടർ P. വിനോദ് സ്വാഗതവും ഡയറക്ടർ സദാശിവ കിനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബദിയടുക്ക പെർളയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ കാർ ഓടിച്ചത് 16 വയസ്സുകാരൻ. RC ഉടമയായ ഉപ്പയ്ക്കും അമ്മാവനുമെതിരെ പോലീസ് കേസെടുത്തു. രോഗിയെ ആശുപത്രിയിലെത്തിച്ച് മടങ്ങവേ ഷേണിയിൽ ഓട്ടോ ഡ്രൈവർ കാറിടിച്ച് മരിച്ച സംഭവത്തിൽ വൻ വഴിത്തിരിവ്. കാർ ഓടിച്ചത് 16-കാരനാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. അപകടത്തിനിരയാക്കിയ KL 25J4019 നമ്പർ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടിക്ക് കാർ ഓടിക്കുവാൻ നൽകിയതിനാണ് വിദേശത്തുള്ള ഉപ്പ മുഹമ്മദ് ഷെരീഫ്, അമ്മാവൻ ഇബ്രാഹിം എന്നിവരെ പ്രതി ചേർത്തത്. ഷേണി മണിയമ്പാറയിലെ നാരായണ മൂല്യയാണ് അപകടത്തിൽ മരിച്ചത്. ബുധനാഴ്ച രാത്രി 8:30 അപകടമുണ്ടായത്. ഷേണി സ്കൂളിനടുത്തേക്ക് ഓട്ടോറിക്ഷ എത്തിയപ്പോൾ പിന്നിൽ നിന്നും അമിത വേഗതയിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. നാരായണ മൂല്യയെ ഉടൻ തന്നെ കാസർകോട്ടെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല. ഇതിനിടയിലാണ് കുട്ടിയാണ് കാർ ഓടിച്ചതെന്ന വിവരം പുറത്തു വന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ലോ കോളേജ് പരിസരത്ത് സ്ഥാപിച്ച മിനി ഹൈമാസ് ലൈറ്റ് 1 വർഷം പിന്നിട്ടിട്ടും തെളിഞ്ഞില്ല. വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെ എല്ലാ സാങ്കേതിക പ്രക്രിയകളും കഴിഞ്ഞിട്ടും ഉദ്ഘാടനം വൈകുന്നതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. മഞ്ചേശ്വരം ലോ കോളേജ് പരിസരത്ത് MLA ഫണ്ടിന്റെ കീഴിൽ സ്ഥാപിച്ച മിനി ഹൈമാസ് ലൈറ്റ് 1 വർഷം പിന്നിട്ടിട്ടും ഇതുവരെയും പ്രവർത്തനമാരംഭിച്ചില്ല. ഏകദേശം 2 ലക്ഷം രൂപ ചിലവിൽ സ്ഥാപിച്ച ലൈറ്റ് പോസ്റ്റ് ഇപ്പോൾ നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെ എല്ലാ സാങ്കേതിക ക്രിയകളും കഴിഞ്ഞിട്ടും ഔപചാരിക ഉദ്ഘാടനം നടക്കാത്തതിനാൽ ലൈറ്റ് ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചില്ല. പദ്ധതി പൂർത്തിയായി കാലം കഴിയുമ്പോഴും പ്രവർത്തനം തുടങ്ങാത്തതിനെതിരെ നാട്ടുകാരിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇതിന്റെ ഉദ്ഘാടനം രാഷ്ട്രീയപരമായി ഉപയോഗിക്കുവാനുള്ള ശ്രമം നടക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്തെ വിദ്യാർത്ഥികളും കോളേജ് ജീവനക്കാരും രാത്രിയിൽ ഈ പ്രദേശം കടന്നുപോകുന്ന സാധാരണ ജനങ്ങളും ഈ കാലതാമസത്തിൽ നിരാശയിലാകുകയാണ്. വ്യക്തമായ കാരണങ്ങളില്ലാതെ ഉദ്ഘാടനം നടത്താതെ പദ്ധതികളെ വൈകിപ്പിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം.
അബ്ദുൽ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സീതാറാം യെച്ചൂരിയുടെ ദീപ്ത സ്മരണ പുതുക്കിയ അനുസ്മരണവും പാർട്ടി അംഗങ്ങൾക്കുള്ള പഠന ക്ലാസും സംഘടിപ്പിച്ചു. രാവണീശ്വരം കളരിക്കാൽ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായ ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഭാശാലിയായ കമ്മ്യൂണിസ്റ്റും CPIM മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന സീതാറാം യെച്ചൂരിയുടെ 1ാം ചരമവാർഷിക ദിനം CPIM രാവണീശ്വരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി അനുസ്മരണ പ്രഭാഷണവും പാർട്ടി അംഗങ്ങൾക്കുള്ള പഠന ക്ലാസ് എന്നിവയും നടന്നു. രാവണീശ്വരം കളരിക്കാൽ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായ ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 3 തവണ SFIക്ക് വേണ്ടി മത്സരിച്ച് തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി SFI ജയിച്ച് ചെയർമാൻ ആയി വരാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അടക്കമുള്ള ആ ഒരു സമയത്തൊക്കെ തന്നെ വളരെ ശക്തമായ തലത്തിലേക്ക് വളരെ കൃത്യമായ രീതിയിലേക്ക് SFIയുടെ നല്ല മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെ SFIയുടെ പ്രവർത്തകനായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ടി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. എ കൃഷ്ണൻ, കെ ശശി, എം ബാലകൃഷ്ണൻ, PK ബാലൻ, ദീപുരാജ് N, C രവി, വിവേക്, ശ്രീധരൻ A, പുഷ്പ MG, രതീഷ് വള്ളന്തട്ട എന്നിവർ സംസാരിച്ചു. O മോഹനൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൊതുവിദ്യാലയത്തിൽ വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതിന് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തി തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് പൂക്കോയാത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. കണ്ണൂർ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് P ബാലകൃഷ്ണൻ നായർ RFID കാർഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിൽ 10 കാർഡ് റീഡിംഗ് മെഷീനുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾ അവരവരുടെ അസൈൻ ചെയ്ത കെട്ടിടത്തിലുള്ള മെഷീനിൽ ടാഗ് ചെയ്യുക. ഓരോ മെഷീനിലും യുണിക് നമ്പറും ടാഗ് ചെയ്യേണ്ട കുട്ടികളുടെ ID നമ്പറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ മെഷീനും ടാഗ് ചെയ്യേണ്ട കുട്ടികളുടെ യുണിക് നമ്പറും ക്ലാസ് ഡിവിഷനും രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. രാവിലെ കുട്ടികൾ സ്കൂളിൽ എത്തിച്ചേർന്ന ഉടൻ മെഷീനിൽ ടാഗ് ചെയ്യും. അതിനുശേഷം നന്ദി എന്ന സന്ദേശത്തോടൊപ്പം കുട്ടികളുടെ പേര് ഡിസ്പ്ലേയിലും ശബ്ദ സന്ദേശമായും വരും. പഞ്ചിങ് അഥവാ പഞ്ച് ഔട്ട് ചെയ്യുന്ന സമയത്ത് അറ്റൻഡൻസ് ഡിജിറ്റലായി രേഖപ്പെടുത്തുന്നതോടൊപ്പം SMS മെസ്സേജായി രക്ഷിതാക്കളുടെ മൊബൈലുകളിലും ലഭ്യമാകും. കൈക്കോട്ടുകടവ് പൂക്കോയാത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ RFID കാർഡിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതിന്റെ സ്വിച്ച് ഓൺ ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് P ബാലകൃഷ്ണൻ നായർ നിർവഹിച്ചു. നമ്മുടെ സ്കൂളിൽ RFID ടാഗ് പല സ്കൂളിലും RFID ടാഗ് പല സ്കൂളുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളുകാർ പല വഴികൾ RFID ടാഗ് ശരിയായില്ല. RFID ടാഗ് കുട്ടികളുടെ ഓരോ മൂവ്മെന്റ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അവരെവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു ഒക്കെ വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ സ്കൂളിലൊക്കെ ലേറ്റസ്റ്റ് മോണിറ്റർ അടക്കമുള്ള ഒരു സ്കൂളിന് എന്തൊക്കെയാണ് വേണ്ടത് എല്ലാ ഫെസിലിറ്റിയും ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഈ സ്കൂളിൻ്റെ മറ്റു സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ ഈ സ്കൂളിന് കൈക്കോട്ടോടെ ഈ സ്കൂളിനെ നിങ്ങൾ കണ്ടു പഠിക്കൂ എന്ന് പറയുന്ന എത്ര രീതിയിലുള്ള വികസനമാണ് ഇവിടെയുള്ളത്. അതിനുവേണ്ടി ഞാൻ എൻ്റെ ആശംസകൾ, അഭിനന്ദനങ്ങൾ ഈ സ്കൂളിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആൾക്കാർക്ക് ഈ സ്കൂളിന് വേണ്ടിയിട്ട് പ്രവർത്തകരെ നമ്മുടെ സ്കൂൾ PTA പ്രസിഡന്റ് VP അബ്ദുൽ അധ്യക്ഷത വഹിച്ചു. ഓൺലൈൻ സ്കോളർഷിപ്പ് അപേക്ഷാ സംവിധാനത്തിന്റെ ഉദ്ഘാടനവും SP P ബാലകൃഷ്ണൻ നായർ നിർവഹിച്ചു. ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം VP സുനീറ, സ്കൂൾ പ്രിൻസിപ്പൽ KV ഗോപിക്കുട്ടി, പ്രധാനാധ്യാപകൻ B വിനോദ് കുമാർ, T കുഞ്ഞബ്ദുള്ള, TPM നൂറുദ്ദീൻ, P നസീർ, റഹീന ഇസ്മായിൽ, M ശ്യാംകുമാർ, P ഹമീദ്, N മുഹമ്മദ് അൻസാർ, M ഫൈസൽ എന്നിവർ സംസാരിച്ചു. രാജ്യ തലസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ അതിഥിയായി പങ്കെടുത്ത തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവയെ ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായർ അനുമോദിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാര വിതരണവും നടന്നു. സ്റ്റാഫ് കൂടിയായ VK ബാബ സാഹിബിനെ PMSA PTS സ്കൂളിന്റെ സ്നേഹാദരം, ഇന്നത്തെ മൊമെന്റോ, ഇന്നത്തെ വിശിഷ്ടാതിഥി ബാലകൃഷ്ണൻ സാറ്,
മാനേജറുടെയും PTA പ്രസിഡന്റിന്റെയും സ്കൂൾ ഭാരവാഹികളുടെയും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. അണങ്കൂർ ഓലത്തിരി ജേർണലിസ്റ്റ് നഗറിൽ തെങ്ങിന് തീപിടിച്ചു. അഗ്നിശമന സേനയെത്തി തീ അണച്ചതിനാൽ ഒഴിവായത് വൻ ദുരന്തം. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടുകൂടി അണങ്കൂർ ഓലത്തിരി ജേർണലിസ്റ്റ് നഗറിൽ ഹാരിസ് എന്നവരുടെ വീട്ടുപറമ്പിലെ തെങ്ങിന് തീപിടിക്കുകയായിരുന്നു. നാട്ടുകാർ കാസർഗോഡ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ H. ഉമേശന്റെ നേതൃത്വത്തിൽ സേനയെത്തി വെള്ളം പമ്പ് ചെയ്ത് തീ കെടുത്തുകയായിരുന്നു. ചപ്പുചവറുകൾ താഴെയിട്ട് കത്തിച്ചതിന്റെ ഫലമായാണ് തീപിടിച്ചതെന്ന് സംശയിക്കുന്നു. സേനാംഗങ്ങളായ S. അഭിലാഷ്, TSLB, MA വൈശാഖ്, KR അജേഷ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഇന്റർനാഷണൽ ക്യാമ്പോ കരാട്ടെയും അക്കാദമി ഓഫ് ഏഷ്യൻ ഫൈറ്റിംഗ് ആർട്സും ചേർന്ന് ജില്ലാ ഇന്റർസെൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. ചാമ്പ്യൻഷിപ്പ് അമ്പലത്തറ CI KP ഷൈൻ ഉദ്ഘാടനം ചെയ്തു. ഇന്റർനാഷണൽ ക്യാമ്പോ കരാട്ടെയും അക്കാദമി ഓഫ് ഏഷ്യൻ ഫൈറ്റിംഗ് ആർട്സും ചേർന്ന ജില്ലാ ഇന്റർസെൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. നിരവധി കുട്ടികൾ പങ്കെടുത്ത പുല്ലൂർ സ്കൂളിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് അമ്പലത്തറ CI KP ഷൈൻ ഉദ്ഘാടനം ചെയ്തു. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവും എത്ര പേരുണ്ട് ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഓരോ ചെക്കപ്പോ കാര്യങ്ങളോ പറഞ്ഞിട്ട്. അപ്പോൾ ഏത് ഡോക്ടറും കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ പുതിയ സമൂഹത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഡോക്ടർ വിഭാഗം അല്ലെങ്കിൽ ഡോക്ടർ മെഡിസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത്രയും ആൾക്കാർ കൂടാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കായിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തർക്കും നമ്മുടെ ശരീരത്തെ എത്രത്തോളം നമ്മൾ നല്ല രീതിയിൽ നോക്കുന്നു എന്നത് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് പുതിയ തലമുറയ്ക്ക് ഏത് തലമുറയ്ക്ക്. നിങ്ങൾ തന്നെ എല്ലാ ദിവസവും പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. കാരണം 10ാം ക്ലാസ് തന്നെ അല്ലെങ്കിൽ ഒരു +2 പഠിക്കുന്ന ആൾ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ആള് കഞ്ചാവ് കടത്തുന്നതിനിടെ പിടിയിലായി. കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ശരീരമാണ്. ആ ശരീരത്തിൽ നല്ലൊരു മനസ്സുണ്ടാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാകണമെന്നാണ് എൻ്റെ മുമ്പ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. രത്നാകരൻ മാവുങ്കാൽ അധ്യക്ഷത വഹിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരായ ശശിധരൻ പുല്ലൂർ, രതീഷ് കുറ്റ്യാട്ട, വിനു പുല്ലൂർ, ജിനു മോൻസി ജോൺ, MS മോഹനൻ എന്നിവർ സംസാരിച്ചു. രമേശൻ മണലിൽ സ്വാഗതവും അശ്വിൻ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. CPIM അജാനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPM നേതാവ് സീതാറാം യെച്ചൂരിയുടെ 1ാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണവും നടന്നു. വെള്ളിക്കോത്ത് വെച്ചാണ് യോഗം ചേർന്നത്. സീതാറാം യെച്ചൂരിയുടെ 1ാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണവും CPIM അജാനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കോത്ത് വെച്ചാണ് സംഘടിപ്പിച്ചത്. KV കുഞ്ഞിരാമൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 10 കൊല്ലക്കാലം 12 കൊല്ലക്കാലം രാജ്യസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. 2 തവണ പൂർത്തിയാക്കി ആ ചുമതല അവസാനിപ്പിക്കേണ്ടുന്ന ഘട്ടം വരുന്നപ്പോൾ അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ ഒരു വിടവാങ്ങൽ പ്രസംഗമാണ്. ആ വിടവാങ്ങൽ പ്രസംഗം രാജ്യത്തിൻ്റെ മതനിരപേക്ഷത, ഭരണഘടന ഇവയെല്ലാം ഏറ്റവും വലിയ വെല്ലുവിളി അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഉള്ളതായിരുന്നു ആ വിടവാങ്ങൽ പ്രസംഗം. ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ മതേതരത്വത്തോടും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള ആത്മാഭിമാന ബോധത്തിനും അദ്ദേഹം നൽകുന്ന വലിയ പ്രാധാന്യത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജനിച്ചത് ചെന്നൈയിലെ ഒരാശുപത്രിയിലാണ്. തെലുങ്ക് സംസാരിക്കുന്ന ബ്രാഹ്മണ ദമ്പതികളുടെ പുത്രനായി. V. ഗിനീഷ് അധ്യക്ഷത വഹിച്ചു. M. പൊക്ലൻ, മൂലക്കണ്ടം പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. VV. തുളസി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വെള്ളിക്കോത്ത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരത്ത് മീൻ ലോറി ഇടിച്ച് 3 പേർക്ക് പരിക്ക്. ഇതിൽ ഒരാളുടെ നില ഗുരുതരം. കാസർഗോഡ് ഉപജില്ലാ ശാസ്ത്രമേള ഒക്ടോബർ 13, 14 തീയതികളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. കൊളീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ വെച്ചാണ് യോഗം സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം ലോ കോളേജ് പരിസരത്ത് സ്ഥാപിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റ് 1 വർഷം പിന്നിട്ടിട്ടും തെളിഞ്ഞില്ല. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. രാവണീശ്വരത്ത് സീതാറാം യെച്ചൂരി അനുസ്മരണവും പാർട്ടി അംഗങ്ങൾക്കുള്ള പഠന ക്ലാസും സംഘടിപ്പിച്ചു. P. ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.